അവധിക്കാലത്തിന്റെ ആലസ്യത്തോട് വിടചൊല്ലി കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്തിനൊപ്പം പറക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ സ്നേഹോപദേശം. പുതുയുഗ പഠനത്തിലേക്കുള്ള ചുവടുവയ്പ്പെന്ന വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇക്കുറി 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിരിക്കുന്നത്. വേനൽ ചൂടിൽ അവധിയാഘോഷങ്ങൾ കഴിഞ്ഞു. ഇനി മഴക്കാലം പുതിയ കൂട്ടുകാർക്കൊപ്പം അക്ഷരമുറ്റത്തേക്ക്. ചിലർ കരഞ്ഞു, ഭൂരിഭാഗവും ചിരിച്ചു. കയ്യിൽ കിട്ടിയ വർണ്ണാഭമായ കുടകളും ബാഗുകളും ചിലർ അമ്പരപ്പോടെ നോക്കി. കൗതുകമായിരുന്നു എല്ലാവർക്കും. കരഞ്ഞും മൂക്കുപിഴിഞ്ഞും സ്കൂളിൽ പോയ കാലം മാറി. വിപുലമായ ഒരുക്കങ്ങളോടെയുള്ള വരവേൽപ്പിൽ എല്ലാവരും ഹാപ്പി. തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. പാഠം 1 പുതുയുഗ വിദ്യാലയം 2026 സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും മധുരത്തിന്റെ സ്വാദ് പകർന്നു. പട്ടം ഗേൾസ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടകനായി വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനും കുട്ടികളുമായി കുശലം പറഞ്ഞു, സെൽഫി എടുത്തു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉത്സവഛായ പകർന്ന അന്തരീക്ഷമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ ആ പൂവ് മനോഹരമായി വിടരും. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ പൂക്കളായി കണ്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വിടർന്ന് മണം പരത്തി സുഗന്ധം പരത്തി പരിലസിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കണം. സ്കൂൾ തുറന്ന ദിവസത്തിൽ മഴയില്ലല്ലോ എന്ന പരിഭവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രസംഗം തുടങ്ങിയതോടെ വേദിയിൽ ചിരി പടർന്നു. പുതിയ അറിവ് കണ്ടെത്താനുള്ള ജിജ്ഞാസയുണ്ടാകണമെന്നും ലഹരിയോട് പോരാടണമെന്നും വിജ്ഞാന വിസ്ഫോടനത്തിൽ പുതിയ കാലത്തിനൊപ്പം പറക്കണമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്കിഷ്ടമുള്ള വിഷയത്തിൽ ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ പോകണം. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. ജില്ലകളിൽ മന്ത്രിമാരുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവം. പാലക്കാട് ജില്ലയിൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചുമാറ്റപ്പെട്ട വിനോദിനി 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. പല്ലശ്ശന VIM HS സ്കൂളിലേക്കാണ് പുതുതായി ചേർന്നത്. സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ചേർന്ന് വാദ്യമേള അകമ്പടിയോടെ വിനോദിനിക്ക് സ്വീകരണമൊരുക്കി. ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനവും സൈബർ അവബോധം വളർത്താനുള്ള സത്യപ്രതിജ്ഞയും ചൊല്ലിയാണ് സംസ്ഥാനതല ഉദ്ഘാടനം പൂർത്തിയായത്. സ്കൂളുകളിലേക്ക് എത്തുന്ന കുരുന്നുകൾക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആശംസകൾ അറിയിച്ചു. 35 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളുകളിലേക്ക് എത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.